ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് വാഹനം ഓടിക്കുന്ന ഡ്രൈവിംഗ് പഠിക്കുന്ന ബിഗിനേഴ്സിൻ്റെ ഒരു വലിയൊരു പ്രോബ്ലം തന്നെയാണ്. ഒരു വാഹനം ഓടിക്കുമ്പോൾ അറിയാതെ റിവേഴ്സ് ഗിയർ വീഴാറുണ്ട്. അറിയാതെ റിവേഴ്സ് ഗിയർ വീഴുന്നത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത്? ഇത് നിങ്ങൾ കൃത്യമായിട്ട് വാഹനം ഓടിക്കുന്ന ഒരു ബിഗിനർ മനസ്സിലാക്കിയിരിക്കണം. വാഹനം ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഇത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യണം. ഞാൻ വണ്ടി ഓടിച്ച് ഗിയർ ലിവർ കാണിച്ച് നിങ്ങൾക്ക് സംഭവിക്കുന്ന മിസ്റ്റേക്ക് കൃത്യമായിട്ട് കാണിച്ച് തന്നെ വീഡിയോ ഞാൻ വണ്ടി ഓടിച്ച് കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്കും തീർച്ചയായും ഈ വീഡിയോ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. വണ്ടി ഓടിച്ച് കാണിച്ച് തരുന്നതിന് മുന്നേ ഈ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരു പ്രോബ്ലം എന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്നതിനിടയിൽ അറിയാതെ റിവേഴ്സ് ഗിയർ വീണാൽ സംഭവിക്കുന്നത് നമ്മളുടെ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് ഉണ്ടാകും. ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ കുറേ അധികം ചക്രങ്ങളുണ്ട്, പൽചക്രങ്ങളുണ്ട്. ഈ പൽചക്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്താണ് ഓരോ ഗിയറുകളും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. നമ്മൾ മുന്നോട്ട് വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്നു. ഉദാഹരണം പറയാം, ഫസ്റ്റ് കൊടുത്ത്, സെക്കൻഡ് കൊടുത്ത്, തേർഡ് കൊടുത്ത് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്നു. അപ്പോൾ ഓൾറെഡി വാഹനം മുന്നോട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ അറിയാതെ റിവേഴ്സ് ഗിയർ ഇടുന്ന സാഹചര്യങ്ങളിൽ മുന്നോട്ടുള്ള റണ്ണിങ് മാറിയിട്ട് പെട്ടെന്ന് ചക്രങ്ങളെല്ലാം തിരിച്ച് കറങ്ങുന്ന സിറ്റുവേഷനിലേക്ക് വരും. അതായത് വാഹനം റിവേഴ്സിലേക്ക് പോകേണ്ട സാഹചര്യത്തിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് തിരിച്ച് കറങ്ങും. അപ്പോൾ ഈ പല്ലുകളെല്ലാം തമ്മിൽ കൂട്ടി ഉരഞ്ഞിട്ട് വാഹനത്തിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ കംപ്ലൈൻറ്റ് ഉണ്ടാകും. കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ബോക്സ് ചിലപ്പോൾ പൂർണ്ണമായിട്ട് മാറ്റി വെക്കേണ്ട സിറ്റുവേഷൻ വരെ വരും. ഒരുപാട് പൈസ ചിലവ് ഇതിൻ്റെ പിന്നിൽ വരും. നിങ്ങളിപ്പോൾ നോക്കുക, വാഹനത്തിൻ്റെ ഗിയർ ലിവർ ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ന്യൂട്രൽ പോയിന്റിലാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് റിവേഴ്സ് ഗിയർ വീഴുന്ന സാഹചര്യം പറയാം. ഇത് കൂടുതലും ശ്രദ്ധയില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം മാറ്റാൻ കഴിയും. അതായത് ഇപ്പോൾ ന്യൂട്രൽ ഗിയറിലാണ് വാഹനം കിടക്കുന്നത്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്തിട്ട് മേളിലേക്ക് ഇട്ടാലാണ് ഫസ്റ്റ് ഗിയർ വീഴുന്നത്. ഫസ്റ്റ് ഗിയറിൽ നമ്മൾ വാഹനം എടുക്കുന്നു, റോഡ് സ്ട്രൈറ്റ് ആണ്, പിന്നെ നമ്മൾ സെക്കൻഡ് ഗിയർ ആണ് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും റോഡ് സ്ട്രൈറ്റ് ആണ്, നമ്മൾ തേർഡ് കൊടുക്കുന്നു. തേർഡിൽ നിന്ന് നമ്മൾ ഫോർത്തിലേക്ക് ഇടുന്ന സമയത്താണ് പലർക്കും ഗിയർ മാറിപ്പോകുന്നത്. അതായത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. ഫോർത്തിലേക്ക് ഇടുന്ന സമയത്ത് ഇത് തന്നെയാണോ ഫോർത്ത്, ഇനി ഇവിടെയാണോ ഫോർത്ത് കിടക്കുന്നത് എന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയാതെ ഒരു അശ്രദ്ധമായിട്ടുള്ള ഒരു രീതിയിൽ, അതായത് തേർഡിൽ നിന്ന് ജസ്റ്റ് ന്യൂട്രലിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്തിട്ട് താഴോട്ടിടും. ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പെട്ടെന്ന് റിവേഴ്സ് ഗിയറിലേക്ക് വരും. തേർഡ് ഗിയറിലൊക്കെ പോകുന്ന സമയത്ത് വാഹനത്തിന് ആവറേജ് ഒരു 35-40 കിലോമീറ്റർ വേഗതയിലാണ് വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ അറിയാതെ തേർഡിന് പകരം ഫോർത്തിലേക്ക് ഇടുമ്പോൾ മാറി റിവേഴ്സ് ഗിയറിലേക്ക് വീഴുമ്പോൾ വളരെ വേഗത്തിൽ പോകുന്ന ഒരു വാഹനത്തിൻ്റെ മുന്നോട്ടുള്ള റണ്ണിങ്ങിനെ നമ്മൾ നേരെ തിരിച്ച് കറക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ഗിയർ ബോക്സിന് കംപ്ലൈൻ്റ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഗിയറിൻ്റെ പൊസിഷൻ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ, അതായത് കൈ അത് കൃത്യമായിട്ടും സെൻസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതായത് ഫസ്റ്റ് ഗിയർ, സെക്കൻഡ്, തേർഡ്, ഫോർത്തിൽ നിന്ന് തേർഡ്, സെക്കൻഡ്, ഫസ്റ്റ്, ഇങ്ങനെ നിങ്ങൾ വാഹനം ഓടിക്കുന്നതിന് മുന്നേ തന്നെ വാഹനത്തിൽ ഇരുന്ന് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. റിവേഴ്സ് ഗിയർ വരുമ്പോൾ എപ്പോഴും ന്യൂട്രൽ വന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ചേർത്തിട്ടാണ് ഇങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾ ഓർക്കുക. ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഇടുന്ന സമയത്താണെങ്കിൽ പോലും ഒരു കാരണവശാലും റിവേഴ്സ് ഗിയറിലേക്ക് പോകത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി പല ആൾക്കാരും ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി ഒന്ന് തിരിക്കേണ്ട സിറ്റുവേഷൻ വരുന്നു. തിരിക്കേണ്ട സിറ്റുവേഷനിൽ ഒട്ടുമിക്ക എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവേഴ്സിന് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്, മുന്നോട്ട് പോയിട്ട് റിവേഴ്സ് എടുത്ത് വാഹനം തിരിക്കണം. ഫസ്റ്റ് ഗിയർ കൊടുത്ത് മുന്നോട്ട് പോകുന്നു, മുന്നോട്ട് അങ്ങോട്ട് പോയി വാഹനം നിൽക്കുന്നതിന് മുന്നേ തന്നെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി ഇങ്ങനെ സ്ലോ ചെയ്യും. റണ്ണിങ് നിൽക്കുന്നതിന് മുന്നേ പെട്ടെന്ന് എന്ത് ചെയ്യും? റിവേഴ്സ് ഗിയർ അങ്ങിടും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാലും പ്രോബ്ലമാണ്. കാരണം ഓൾറെഡി വണ്ടി മുന്നോട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മുന്നിലേക്ക് ഇച്ചിരി പോയിട്ട് വണ്ടി ചവിട്ടി നിർത്തിട്ട് റിവേഴ്സ് ഗിയർ ഇടാനാണ് ശ്രമിക്കുന്നത്. പക്ഷേങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് നേരത്തെ റിവേഴ്സ് ഗിയർ ഇടും. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പ്രോബ്ലമാണ്. വണ്ടിയുടെ റണ്ണിങ് പൂർണ്ണമായിട്ട് നിന്നിട്ടേ നമ്മൾ റിവേഴ്സ് ഗിയറോ ഫസ്റ്റ് ഗിയറോ എപ്പോഴും കൊടുക്കാവുള്ളൂ. അത് നിങ്ങൾ കൃത്യമായിട്ടും
ഓർക്കും. ഇനി ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. വാഹനം ഓടിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ നോക്കുക, എനിക്കിവിടെ വാഹനം തിരിക്കണം. അപ്പം ഞാൻ വണ്ടിയുടെ ഫ്രണ്ട് ഇതേ ഇങ്ങോട്ട് പോയിട്ട് വാഹനത്തിൻ്റെ ബാക്ക് ഇങ്ങോട്ട് കയറ്റിയാണ് തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇങ്ങോട്ട് വരുന്നു. ഇവിടെ വണ്ടി ചവിട്ടി നിർത്തുന്നതിന് മുന്നേ തന്നെ ഞാൻ റിവേഴ്സ് ഗിയർ കൊടുക്കുകയാണ്. അതായത് വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ആ ഒരു സമയത്ത് തന്നെ ഞാൻ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി സ്ലോ ആകുന്നതിനോടൊപ്പം തന്നെ വണ്ടിയുടെ റണ്ണിങ് തീരാതെ റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാഹനത്തിൻ്റെ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് ഉണ്ടാവും. നമ്മുടെ വാഹനത്തിൻ്റെ റണ്ണിങ് പൂർണ്ണമായിട്ട് തീർന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഫസ്റ്റിൽ നിന്ന് റിവേഴ്സ് കൊടുക്കാവുള്ളൂ. ഇത് ഞാൻ വീണ്ടും കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് റിവേഴ്സ് ഗിയർ ഇട്ട് വാഹനം ബാക്കിലേക്ക് വരുവാണ്. ഇത് ഇങ്ങനെ വരുന്നു. ഇപ്പോൾ ബാക്കിലേക്ക് ഓൾറെഡി റണ്ണിങ് ഉണ്ട്. ഇങ്ങോട്ട് വണ്ടി കയറി വണ്ടിയുടെ റണ്ണിങ് തീരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇത് ഇങ്ങനെ ഇടുന്നു. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മിസ്റ്റേക്കാണ്. അപ്പോൾ വണ്ടി ചവിട്ടി നിർത്തിയതിന് ശേഷം മാത്രം ഇടുക. അതായത് റിവേഴ്സ് ഗിയറിൽ ഇങ്ങനെ വരുന്നു, വാഹനം ചവിട്ടി നിർത്തുക, പൂർണ്ണമായിട്ട് റണ്ണിങ് തീർന്നതിന് ശേഷം ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഓക്കെ. ഇനി പല ആൾക്കാർക്കും തുടക്കക്കാർക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കൊടുത്തിട്ട് വാഹനം ഇങ്ങനെ എടുക്കും, കൃത്യമായിട്ട് സെക്കൻഡ് കൊടുക്കും, തേർഡ് കൊടുത്ത് ഇങ്ങനെ പോകും, ഫോർത്ത് കൊടുക്കണമെന്നുള്ള ചിന്തയിൽ വലിച്ച് ഗിയർ ഇടുന്നതാണ്. ഇങ്ങനെ ഫോർത്തിന് പകരം വാഹനം തന്നെ ഇത് ഇങ്ങനെ വരുന്ന സമയത്ത് നേരെ പിടിച്ചിട്ട് താഴോട്ട് ഒറ്റ ഇടിയിലിടും. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ തന്നെ എന്താണ് സംഭവിക്കുന്നത്? പെട്ടെന്ന് മുന്നോട്ട് പോകുന്ന ഒരു വാഹനത്തിൻ്റെ കറക്കം നിന്നിട്ട് റിവേഴ്സ് ഗിയറിലേക്ക് വീഴും. അപ്പോൾ നമ്മൾ തേർഡിൽ നിന്ന് ഫോർത്ത് ഇടുമ്പോൾ പ്രോപ്പറായിട്ട് ഇടണം. ഇത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് കൊടുക്കുന്നു, വണ്ടി മൂവ് ആക്കിയിട്ട് സെക്കൻഡ് ഗിയർ ഞാൻ കൊടുത്തു. സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വാഹനം പോവാണ്. ഇത് ചെറിയൊരു കയറ്റമാണ്. കയറ്റം കയറി നമ്മുടെ വാഹനം ഇങ്ങനെ പോകുന്നു. നിങ്ങൾ നോക്കുക. ഓക്കെ. സെക്കൻഡിൽ ഇങ്ങനെ പോവുകയാണ്. ഓക്കെ. ചെറിയൊരു കയറ്റമാണ്. വണ്ടിക്ക് ഞാൻ നല്ല രീതിയിലുള്ള മൂവ് ആക്കുന്നു. ഓക്കെ. തേർഡ് ഗിയർ കൊടുത്തു. ഓക്കെ. ഫോർത്ത് ഗിയർ ഇടുന്ന സമയത്ത് ഗിയർ മാറരുത്, കൃത്യമായിട്ടും ചേർത്ത് താഴോട്ടിടുക. ഇനി നമുക്ക് പെട്ടെന്ന് റിവേഴ്സ് ഇടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇട്ടേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വണ്ടി ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി പൂർണ്ണമായിട്ട് റണ്ണിങ് നിന്നതിന് ശേഷം നമുക്ക് റിവേഴ്സ് ഗിയർ ഇട്ട് വണ്ടി പുറകോട്ട് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയർ ഇടുക, വാഹനം ഇത് മെല്ലെ ബാക്കിലേക്ക് എടുക്കുക. കണ്ടില്ലേ? ഇത് ഇങ്ങനെ ബാക്കിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത് വാഹനം ഓടിക്കുന്ന തുടക്കക്കാർ നിങ്ങൾ കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഇത് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും വാഹനം ഓടിക്കുന്ന തുടക്കക്കാർക്ക് ഈ ഒരു വീഡിയോ പുതിയൊരു അറിവായിരിക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്യുക. ഇപ്പോഴും നിങ്ങൾ നോക്കുക, പൂർണ്ണമായിട്ട് റണ്ണിങ് നിന്നതിന് ശേഷമാണ് ഞാൻ റിവേഴ്സ് ഗിയറിൽ നിന്ന് അതേ ഫസ്റ്റ് ഗിയർ കൊടുത്തത്. കണ്ടില്ലേ? ഓക്കെ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതിനോടൊപ്പം തന്നെ എനിക്ക് ഡ്രൈവിംഗ് ടിപ്സിൻ്റെ ഞാൻ മറ്റൊരു ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ചാനലിൽ നമ്മൾ വീഡിയോകൾ ക്രമത്തിൽ ഓരോ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി കാണുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക.